നമ്മളിന്ന് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് സീരീസ് കണക്ഷനിൽ വരുന്നതെന്നുള്ളതാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് കണക്ഷൻ. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഓക്കെ, ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. നിങ്ങൾക്ക് ആദ്യം ഈ ഒരു ഡെഫിനേഷൻ എഴുതാം. വാട്ട് ഈസ് സീരീസ് സീരീസ് കണക്ഷൻ? 2 or more resistors are connected end to end. The arrangement is called series combination. When 2 or more resistors are connected end to end, the arrangement is called series combination. Let R1, R2 and R3 be the resistance of 3 resistors. ഇതൊക്കെ റെസിസ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ പിക്ചർ വരച്ചിട്ടുള്ളത്. അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് R1, R2, R3. 3 resistors in series connection. Let R1, R2, R3 be the resistance of 3 resistors in series connection. അങ്ങനെ 3 റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസിൻ്റെ 1 എൻഡ് പോസിറ്റീവ് ടെർമിനൽ, നെക്സ്റ്റ് എൻഡ് എന്താണ് R2ൻ്റെ ഒരു എൻഡിലേക്ക്, R2ൻ്റെ മറ്റേ എൻഡ് R3യുടെ ഒരു എൻഡിലേക്ക്, R3യുടെ മറ്റേ എൻഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ത്രൂ ദിസ് കീ. ഈ റെസിസ്റ്റേഴ്സിൽ ഓരോന്നിൻ്റെ എൻഡും അടുത്തതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ദേ ആർ ഇൻ സീരീസ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കണക്ഷനാണ്. സോ വെൻ 2 or more resistors are connected end to end, the arrangement is called series combination. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു എന്താണ് ഇതിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, ഓരോന്ന് ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണല്ലോ. സോ അതിൻ്റെ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ മൊത്തത്തിൽ ഈ ഒരു സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡെറിവേഷൻ, കുറച്ച് സ്റ്റെപ്സിലൂടെ നമ്മളൊരു ഫൈനൽ ആൻസറിലേക്ക് പോവുകയാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. എന്നിട്ട് ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് വരച്ചതെന്ന് നമ്മൾ എഴുതുന്നതിലെല്ലാം മെൻഷൻ ചെയ്യണം. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, ലെറ്റ് R1, R2 and R3 be resistance of 3 resistors in series connection. ഇവിടെ നമ്മൾ വരച്ചിട്ട് R1, R2, R3 എന്ന് മാർക്ക് ചെയ്ത് വെച്ചത് 3 റെസിസ്റ്റൻസ് ആണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയത്. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നേ സീരീസ് സർക്യൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ബാറ്ററി കൊടുത്ത് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ട് സെയിം കറണ്ടാണ് R1യിലൂടെയും R2യിലൂടെയും R3യിലൂടെയും ഫ്ലോ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് തിരികെ വരുന്നത്. അതായത് ഇന്നേ സീരീസ് സർക്യൂട്ട് കറണ്ട് I will be constant. I repeat, in a series circuit current I will be constant through each resistors. ഇവിടെ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് ആണ് വരച്ചിട്ടുള്ളൂ. ഇറ്റ് മേ ബി 2, 3, 4 എക്സെട്ര, എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഇതുപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ ഓരോ റെസിസ്റ്റൻസിലൂടെയും സെയിം കറണ്ട് I ആണ് ഫ്ലോ ചെയ്യുന്നതെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. പക്ഷേ വോൾട്ടേജിൻ്റെ കാര്യമോ മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കാര്യമോ നമ്മളിവിടെ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോൺസ്. ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്. ഇവിടെ കറണ്ട് എല്ലാറ്റിലൂടെയുള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇതിൽ എക്രോസ് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, ഇതിന് എക്രോസ് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, ഇതിന് എക്രോസ് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും സെയിം ആവുകയില്ല. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോന്നിന് എക്രോസും ഓരോന്നാണ്, ഓരോ പൊട്ടൻഷ്യലാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ നമ്മൾ വോൾട്ട് മീറ്റർ ഈ എൻഡിനും എക്രോസ് വെച്ചാലും ഇതിൻ്റെ ഇടയിലുള്ള പോയിൻറ്റ്സ് അല്ലാത്ത വേറെ ഏത് പോയിൻറ്റ്സ് എടുത്താലും നമുക്ക് ഈ ബാറ്ററിന് എക്രോസുള്ള വോൾട്ടേജാണ് കിട്ടുക. അതായത് ഈ സർക്യൂട്ടിലെ മൊത്തം വോൾട്ടേജ് കാണാൻ പിന്നെ എന്താ വഴിയുള്ളത്? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, അതായത് മൊത്തം ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ V ആണ്, വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. R1 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സിന് എക്രോസ് ആയിട്ട് മാത്രം ഇവിടെ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ പിടിച്ചിട്ട് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? ഒരു വോൾട്ടേജ് കിട്ടും. ലെറ്റ് ഇറ്റ് ബി V1. R2ൻ്റെ ഇവിടെയും നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് അതിന് വേറൊരു വോൾട്ടേജ് കിട്ടും. ലെറ്റ് ഇറ്റ് ബി V2.
R3ൻ്റെ എവിടെയും നമ്മൾ കണക്ട് ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് അനേതർ വോൾട്ടേജ് കിട്ടാം. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ V3. സോ ഈ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് സർക്യൂട്ട് എന്ന് പറയുന്നത് V എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. അത് V1 + V2 + V3 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ വേർഡ്സിൽ ഇവിടെ എഴുതിയിട്ടുള്ളത്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V will be equal to the sum of the potential, V means potential difference, sum of the potential difference across individual resistors, sum of potential difference across individual difference. അപ്പോൾ നമ്മൾ V1 V2 V3 എന്നുള്ളത് ഈ ഇക്വേഷനിലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, V1 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഞാൻ PD എന്ന് എഴുതിയിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1ന് അക്രോസ് ഉള്ളതാണ് V1, R2ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V2, R3ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V3. നമുക്കറിയാം ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഏതിൻ്റെ കേസിൽ ഒരു കോമ്പിനേഷൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഒക്കെയുള്ള സർക്യൂട്ട് ആയിക്കോട്ടെ, കോമ്പിനേഷൻ സർക്യൂട്ട് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഓംസ് ലോ ആപ്ലിക്കബിൾ ആണ്. സോ അക്കോർഡിംഗ് ടു ഓർ ഫ്രം ഓംസ് ലോ എന്ന് എഴുതാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ എന്തായിരുന്നു, ജനറലി എന്തായിരുന്നു, V = IR എന്നല്ലേ ഓംസ് ലോ. സോ നമുക്ക് ഇപ്പം V = V1 + V2 + V3, അതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് 2 എന്ന് കൊടുക്കാം. ക്ലിയർ? പുട്ട് 2 in 1. ഈ 2 എടുത്തിട്ട് 1ൽ പുട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ IR എന്ന് കിട്ടും. ദെൻ ഞാനിവിടെ ഒരു സംഭവം എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓംസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവറി റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിലൂടെ കറണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിന് അക്രോസ് വോൾട്ടേജ് ഉണ്ട്, അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. സോ V = IR ആവുന്നത് പോലെ V1 എന്ന് പറഞ്ഞാൽ എന്താണ്, I1 R1, V1 എന്ന് പറഞ്ഞാൽ I1 R1, V2 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും കറണ്ട് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ എന്താണ്, നമുക്ക് V1 = I × R1, V2 = I × R2, V3 = I × R3. ക്ലിയർ? V1 = I × R1, V2 = I × R2, V3 = I × R3. ഇത് I1 R1 I2 R2 I3 R3 എന്നുള്ളതിലാക്കിയാലും അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഈ 3 സ്ഥലത്തിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്, I ആണെന്ന്, ഇത് സെയിം കറണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എവറി കറണ്ട് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ ദ സെയിം നൊട്ടേഷൻ. ഓക്കെ, സോ ഇത് നമുക്ക് ഇവിടെ പുട്ട് ചെയ്യാം. സോ എന്താണ്, I R1 + I R2 + I R3. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാറ്റിൽ നിന്നും I കോമൺ ഔട്ട് എടുക്കാം, +R2 + R3. ക്ലിയർ? ഇവിടെ IR അല്ലേ? നോക്കൂ, ഇനി നമുക്ക് എന്താണ്, ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എത്തിയത് എവിടെയാണ്, IR = I × R1 + R2 + R3. അപ്പോൾ R എന്ന് പറയും. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രീതി ഫോളോ ചെയ്യുന്നത്. അതിനിങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ I. സോ രണ്ട് സ്ഥലത്തും സെയിം I ആണ്, ഇറ്റ് വിൽ ബി കട്ട് ഷോർട്ട്. സോ R മീൻസ് R1 + R2 + R3, R1 + R2 + R3. ഇപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഈ R എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർ നെറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ R ഇഫക്റ്റീവ് എന്ന് കാണിക്കാൻ ഇങ്ങനെ എഴുതാം, R ടോട്ടൽ എന്ന് എഴുതാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആ മൊത്തം സർക്യൂട്ടിൽ നമ്മൾ 3 ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്, 3 ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവരെ മൊത്തത്തിൽ ആ സർക്യൂട്ടിൻ്റെ ആ 3 എണ്ണം യൂസ് ചെയ്യുന്നതിലൂടെ ആ സർക്യൂട്ടിന് എത്ര റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്,
R1 plus R2 plus R3. Clear? നമ്മൾ നോക്കുക, if R1 equal to 1 ohm, R2 equal to 2 ohm, R3 equal to 3 ohm and voltage equal to 6 volt. ഇത്രയും given ആണെന്ന് വിചാരിക്കുക. We want to find what is the I value. അങ്ങനെയാകുമ്പോൾ ആദ്യം നമ്മൾ സെപ്പറേറ്റുള്ള ഈ ഒരു ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൽ നിന്നും ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫർ ടു ദ സർക്യൂട്ട് കാണാം. അതായത് ഈ ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് 6 കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് വിയുമായി ടോട്ടൽ റെസിസ്റ്റൻസും ആവും. വി നോ ഫ്രം ഓംസിൽ എന്താണ് വി ഈക്വൽ ടു ഐ ആർ. നമുക്ക് എന്താ കാണേണ്ടത് ഐ. അപ്പോൾ ഐ ഈക്വൽ ടു വി ബൈ ആർ. സോ വിയുടെ വാല്യൂ എത്രയാണ് 6. ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ് 6. സോ 6/6 1 ആംപിയർ. 1 ആംപിയർ കറണ്ടാണിത് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.